ഹായ് ഓൾ, നമ്മൾ ഇന്ന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം ഫഞ്ചിയാണ് പഠിക്കാൻ പോകുന്നത്. കിങ്ഡം മൊനീറയും കിങ്ഡം പ്രോട്ടിസ്റ്റയും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആരായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്? ഇറ്റ് വാസ് ആർച്ച് വിറ്റേക്കർ ഇൻ ദ ഇയർ 1969. ഏതൊക്കെയായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചെ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പം ഈ ഒരു സെക്ഷനിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കിങ്ഡം ഫഞ്ചെ ആൻഡ് ജസ്റ്റ് എ ഡീറ്റെയിൽ just an idea about kingdom animalia and kingdom plant. Okay, so let us go to the chapter. Kingdom fungi. കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്നത് ഒരു ഹെട്രോട്രോഫിക് ആണ്. ദേ ആർ ഹെട്രോട്രോഫിക് ഓർഗാനിസം. യു ഹാവ് ടു റിമെമ്പർ ദിസ്. ദേ ആർ ഹെട്രോട്രോഫിക് ഓർഗാനിസം. നമ്മൾ കാണുന്ന ബ്രെഡിലുള്ള ആ പച്ച ബ്രെഡ് കേടാവുമ്പോൾ ബ്രെഡിലൊരു പച്ച സാധനം വരുന്നത് പൂപ്പൽ കാണാറില്ലേ? അതെന്താണ്? ഇറ്റ് ഇസ് ഫഞ്ചൈ. അതുപോലെ റോട്ടൻ ഫ്രൂട്ട്സ് കേടാകുമ്പോൾ അതിൻ്റെ അറ്റത്തും എവിടെയൊക്കെ ആയിട്ട് ഒരു ചെറിയ പച്ച നിറവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണാറില്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഫഞ്ചൈ. ആൻഡ് നെക്സ്റ്റ്, നമ്മൾ കഴിക്കുന്ന മഷ്റൂം, അതുപോലെ ടോഡ്സ്റ്റോൾ, അതും ഒരു ഫുഡ് ഐറ്റമാണ്. അതൊക്കെ എന്താണ്? ഇറ്റ്സ് എ ഫംഗൈ. പക്ഷേ ചിലത് നമുക്ക് കഴിക്കാൻ പറ്റാത്തതുണ്ട്. മഷ്റൂം തന്നെ എല്ലാം ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റൂല. മഷ്റൂമിൻ്റെ ഒരു വെറൈറ്റിയാണ് അമാനിറ്റ. ഇതെന്താണ്? പോയ്സണസ് മഷ്റൂമാണ്. അമാനിറ്റ എന്ന് പറയുന്നത് പോയ്സണസ് മഷ്റൂമാണ്. ഓക്കെ, പിന്നെ ഫംഗൈ എന്ന് പറയുന്നത് കുറേ വെറൈറ്റീസ് ഉണ്ട്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഈസ്റ്റ് ഉണ്ട്. ഈസ്റ്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള പേരായിരിക്കും. നമ്മൾ ദോശ മാവിൽ, ഇഡ്ഡലി മാവിലൊക്കെ ഈസ്റ്റ് ചേർക്കാറുണ്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട്. ആ ഈസ്റ്റ് എന്താണ്? ഫംഗൈ ആണ്. നെക്സ്റ്റ്, നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാൻ, അതുപോലെ ബിയർ ഉണ്ടാക്കാൻ ഈ ഈസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ബ്രെഡും ബിയറൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ ഒരു സെക്ഷൻ കൂടുതലായിട്ടും നിങ്ങൾക്ക് ബ്രെഡ് ആൻഡ് ബിയർ ഉണ്ടാക്കുന്നതല്ല, അതിൻ്റെ പ്രോസസ്സിങ്സോ അങ്ങനെ കുറച്ചൊക്കെ ഐഡിയ നിങ്ങൾക്ക് +2 മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ്, ഫംഗൈ കോസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ നമ്മൾ എത്രയും നേരം യൂസ്ഫുൾ ആയിരുന്നു പറഞ്ഞത്. ഇനി ഇറ്റ് ഓൾസോ കോസ് ഡിസീസസ് ലൈക്ക് വീറ്റ് റസ്റ്റ് ആൻഡ് പക്സീനിയ. വീറ്റ് റസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസീസ് ഉണ്ട്. അത് കോസ് ചെയ്യുന്നത് പക്സീനിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതുപോലെ കുറേ ഉണ്ട്. ബ്ലാക്ക് റോട്ടിൻ ക്രൂസിഫർ, ഐ തിങ്ക് ഇറ്റ് ഇസ് ബാക്ടീരിയം. എന്തായാലും അൾട്ടർനേറിയ സൊളാനിയം, അങ്ങനെ കുറേ ഡിസീസസ് ഉണ്ട്. ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റ. പക്ഷേ ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റ എനിക്ക് തോന്നുന്നുണ്ട് ബാക്ടീരിയ ആണ്. എന്തായാലും ഫംഗൽ ഡിസീസ് കുറേ ഉണ്ട്. യു വിൽ സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ ഓർ ലേറ്റർ നമ്മൾ പഠിക്കാനുണ്ട്. ഇനി സം ആർ സോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ചിലർ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കും. ആൻറ്റിബയോട്ടിക് പെനിസിലിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കാണ് ഇത് പെനിസിലിയം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്നത് എവിടുന്നാണ്? പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫഞ്ചയിൽ നിന്നാണ്. അപ്പം അതെവിടെയാണ് ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ്? ഫഞ്ചൈ. എല്ലാം ഒന്നുമില്ല കേട്ടോ, ചിലതൊക്കെ. ആൻഡ് ദേ പ്രിഫർ ഗ്രോയിങ് ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. നിങ്ങൾ എന്തിനാണ് ഫ്രിഡ്ജിൽ ഫുഡ് വെക്കുന്നത്? ഫുഡ് കേടായി പോവാതിരിക്കാൻ. കേടാവുക എന്ന് പറയുന്നതാണ് ഈ ഫംഗസിൻ്റെ ഫംഗസ് വന്നിട്ട് ഇതിൽ കേടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിന് ഫ്രിഡ്ജ് കൊണ്ടുവെക്കുന്നത്. ഫ്രിഡ്ജിൽ എന്താണ്? ഫ്രിഡ്ജിൻ്റെ കണ്ടീഷൻ എന്താണ്? തണുപ്പല്ലേ? വാം ആണോ? അല്ല, ഇറ്റ് ഇസ് കോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസ് ആണ് ആര് വളരുക? ഫംഗസ് വളരുക. സോ ഫംഗസ് എവിടെയാണ് വളരുക? വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. ഫ്രിഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പറയേണ്ടത്. വിത്ത് എക്സെപ്ഷൻ ഓഫ് ഈസ്റ്റ് ഒഴിച്ചിട്ട്. ഈസ്റ്റ് എന്താണ്? യൂണിസെല്ലുലാർ ആണ്. ബാക്കി എല്ലാവരും എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്, ഫിലമെൻറ്റസുമാണ്. നെക്സ്റ്റ് വന്നിട്ട് their body consists of long slender thread like structure called hyphae. അവരുടെ ബോഡിയിൽ എന്തുണ്ട്? ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ എന്തുണ്ട്? ഹൈഫേ. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഈസ് കോൾഡ് മൈസീലിയം. ചില MCQ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ കാണാൻ പറ്റും. നെറ്റ്വർക്ക് ഓഫ് മൈസീലിയം ഇസ് നോൺ ആസ് ഹൈഫേ. അപ്പം നിങ്ങൾ സെൻറ്റൻസ് ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടി. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഈസ് നോൺ ആസ് മൈസീലിയം.
ഹൈഫേകൾ കൂടിയിട്ടാണ് മൈസീലിയം ഉണ്ടാകുന്നത് കേട്ടോ, അത് മറന്നു പോകരുതേ. Some hyphae are continuous tube filled with multinucleated cytoplasm. These are called cenocytic hyphae. സീനോസിറ്റിക് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ കണ്ടാൽ അതെപ്പോഴും നിങ്ങൾ എന്താ വിചാരിക്കേണ്ടത്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. സോ സീനോസിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ്. അപ്പം ചിലരിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും, ചിലരിൽ അങ്ങനെ അല്ലാത്തവരായിരിക്കും. അതേഴ്സ് ഹാവ് സെപ്റ്റ ഓർ ക്രോസ് വാൾസ് ഇൻ ദിയർ ഹൈഫേ. അപ്പം സീനോസിറ്റിക് അല്ലാത്തവരെന്തായിരിക്കും, ക്രോസ് വാൾസും സെപ്റ്റ എന്ന് പറയുന്നതൊക്കെ ഉണ്ടാകും. സെൽ വാൾ ഓഫ് ഫംഗി ആർ കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്. ഫംഗസിൻ്റെ സെൽ വാൾ എന്ന് പറയുന്നത് എന്താണ്, കൈറ്റിനും പോളിസാക്കറൈഡും ഉണ്ട്. പിന്നെ മോസ്റ്റ് ഫംഗി ആർ ഹെറ്ററോട്രോഫിക്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ഫംഗസ് എന്താണ്, ഹെറ്ററോട്രോഫിക് ആണ്. അബ്സോർബ് സോല്യൂബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്റ്റൻസ് ആൻഡ് ഹെൻസ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. ഡെഡ് സബ്സ്റ്റൻസിൽ നിന്ന് ആരെങ്കിലും ഓർഗാനിക് സബ്സ്റ്റൻസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡെഡ് സബ്സ്ട്രേറ്റിൽ നിന്നാണെങ്കിൽ ദി ആർ സാപ്രോഫൈറ്റ്സ്. ഡിപ്പെൻഡ്സ് ഓൺ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഡെഡിന് പകരം ലിവിങ്ങിൽ നിന്നാണ് ഓർഗാനിക് മാറ്റർ അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ദി ആർ പാരസൈറ്റ്സ്. ഓക്കെ, ദേ ക്യാൻ ഓൾസോ ലീവ് ആസ് സിംബയോൺസ്. മ്യൂച്വൽ റിലേഷനായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗെ. ഫംഗസും ആൽഗയും കൂടി ചേർന്നിട്ടാണ് ലൈക്കൻ ഉണ്ടാകുന്നത്. അതുപോലെ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആൻഡ് മൈക്കോറൈസ. ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിലുള്ള ഒരു കോമ്പിനേഷനാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. റൂട്ട്സും ഈ ഫംഗസും കൂടി ചേർന്നിട്ട് മൈക്കോറൈസ പറയുന്നത് ഫോം ചെയ്യും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ ഇൻ ഫംഗി ക്യാൻ ടേക്ക് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ് മീൻസ്. വെജിറ്റേറ്റീവ് മീൻസ് ആണെങ്കിൽ എങ്ങനെയൊക്കെയാണ്, ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. സോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ ഫംഗ എന്താണ്, ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ബൈ സ്പോർസ് കോൾഡ് കൊണീഡിയ, സ്പൊറാൻജിയോസ്പോസ് ആൻഡ് സൂസ്പോസ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ എന്താണ്, കൊണീഡിയ, സ്പൊറാൻജിയോസ്പോസ് ഓർ സൂസ്പോസ്. ഇതിലേതെങ്കിലും ഒന്ന് പറയാം. നമുക്ക് കൂടുതലും നമ്മൾ പറയാറ് കൊണീഡിയ എന്നാണ് കേട്ടോ. യൂഷ്വലി വി യൂസ് കൊണീഡിയ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ oospore, ascospore, basidiospore. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ oospore, ascospore, basidiospore. So the various spores are produced in distinct structure called fruiting bodies. ഫ്രൂട്ടിംഗ് ബോഡീസ് വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. പിന്നെ ഈ ഫംഗസിൻ്റെ സെക്ഷൽ സൈക്കിള് 3 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മോഗമി, കാരോഗമി ആൻഡ് മിയോസിസ്. ഇങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. ഇനി പ്ലാസ്മോഗമി പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ്. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസത്തിനെയാണ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം എന്ന് ഓർത്താൽ മതി. ഇറ്റ് ഈസ് പ്ലാസ്മോഗമി. ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയ ആണെങ്കിൽ ഇറ്റ് ഈസ് കാരിയോഗമി. മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ മിയോസിസ് എന്നും പറയുന്നത്. ഇനി ഈ ഒരു പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഫംഗസ് റീപ്രൊഡ്യൂസ് asexually by haploid hyphae of compatible mating types comes together and fuse. In some fungi, the fusion of 2 haploid cells immediately results in diploid cells. ചില ഫംഗസിൽ ഫ്യൂഷൻ നടന്നിട്ട് എന്തായിട്ട് മാറും, ഡിപ്ലോയിഡ് സെൽസ് ആയിട്ട് 2N ആയിട്ട് മാറും. ഫംഗി ലൈക്ക് ആസ്കോമൈസൈറ്റ്സ് ആൻഡ് ബസിഡിയോമൈസൈറ്റ്സ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ആസ്കോമൈസൈറ്റ്സും ബസിഡിയോമൈസൈറ്റ്സിലും ഒരു സ്റ്റേജ് ഉണ്ട്, ഡൈകാരിയോട്ടിക് സ്റ്റേജ് അല്ലെങ്കിൽ ഡൈകാരിയോ ഫേസ് എന്ന് പറയും. ഡൈകാരിയോട്ടിക് സ്റ്റേജ് അല്ലെങ്കിൽ കാരിയോട്ടിക് ഫേസ് എന്ന് പറയും. അതായത് 2N ഫോം ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം പഠിക്കാൻ കുറച്ച് പണിയായിരിക്കും. എന്നാലും നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ആസ്കോമൈസൈറ്റ്സും ബസിഡിയോമൈസൈറ്റ്സും ഡൈകാരിയോ ഫേസ് അല്ലെങ്കിൽ ഡൈകാരിയോട്ടിക് സ്റ്റേജ് കാണിക്കുന്നുണ്ട്. ദി ആർ കോൾഡ് ഡൈകാരിയോൺ. ആ കണ്ടീഷനെയാണ് 2N ആകുന്ന കണ്ടീഷനാണ് നമ്മൾ ഡൈകാരിയോൺ എന്ന് പറയുന്നത്. അപ്പം അതും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ പാരൻ്റൽ ന്യൂക്ലിയർ ഫ്യൂസസ് ആൻഡ് സെൽസ് ബിക്കം ഡിപ്ലോയിഡ്.
The fungi form fruiting body in which reduction division occur leading to formation of haploid spore. അപ്പം ഈ ഫംഗസ് എന്ത് ചെയ്യും, ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യും, അതിൻ്റെ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് അവർ ഹാപ്ലോയിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഡൈക്കാരിയോൺ ആയിരിക്കും, 2 N ഉണ്ടാകും, അവർക്ക് റിഡക്ഷൻ നടന്നിട്ട് എന്തായിട്ട് ഹാപ്ലോയിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി 4 ടൈപ്പ് ഫംഗസ് ഉണ്ട്. ഏതൊക്കെ? ഫൈക്കോമൈസേറ്റ്സ്, ആസ്കോമൈസേറ്റ്സ്, ബസിഡിയോമൈസേറ്റ്സ് ആൻഡ് ഗ്യൂട്ടറോമൈസേറ്റ്സ്. അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അബൌട്ട് ഫൈക്കോമൈസേറ്റ്സ് ആണ്. Phycomycetes are found in aquatic habitats and decaying woods in moist and damp places. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, അത് ആവശ്യമില്ല. പക്ഷേ ഇത് നോക്കണം. They are obligate parasites on plants. Mycelium is aseptate and cenoceptic. ഇമ്പോർട്ടൻ്റ് ആണ്. Mycelium is aseptate and cenoceptic. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരാൾ മാത്രമേ, ഫൈക്കോമൈസൈറ്റ്സിന് മാത്രമേ മൈസീലിയം അസെപ്റ്റേറ്റും സീനോസിറ്റിക് ഉള്ളൂ. സീനോസിറ്റിക് എന്ന് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റ് ആണെന്ന് ഓർക്കണം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ബൈ സൂസ്പോർ, സൂസ്പോർ വഴിയോ അല്ലെങ്കിൽ എപ്ലാനോസ്പോർ വഴിയോ ആയിരിക്കും. ദേ ആർ എൻഡോജീനസ്. സ്പോർസ് ആർ എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാൻജിയം. സൈഗോസ്പോർ ഇസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 2 gametes. സൈഗോസ്പോർ ഫോം ചെയ്യുന്നത് ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് വഴിയാണ്. പിന്നെ ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഐസോഗ്യാമേറ്റ്സ് വഴിയോ അനൈസോഗ്യാമേറ്റ്സ് വഴിയോ അല്ലെങ്കിൽ ഗ്യാമേറ്റ്സ് വഴിയോ നടക്കാറുണ്ട്. എക്സാമ്പിൾ മ്യൂക്കർ, റൈസോപ്പസ്, ആൽബുഗോ. മ്യൂക്കസ്, റൈസോപ്പസ്, ആൽബുഗോ. ഇതിൽ മ്യൂക്കസ് ആണ് ഇത് ഫിഗറിൽ തന്നിട്ടുള്ളത്. മ്യൂക്കസ് അല്ല, മ്യൂക്കറാണ് ഫിഗർ. റൈസോപ്പസ് ആണ് ബ്രെഡ് മൗൾഡ്, നമ്മളെ ബ്രെഡിലൊക്കെ അധികം ഉണ്ടാകുന്നത് റൈസോപ്പസ് ആണ്. ആൽബുഗോ എന്ന് പറയുന്നതാണ് നമ്മളെ മസ്റ്റാർഡിൽ കാണുന്ന, മസ്റ്റാർഡിൽ ചില പാരസൈറ്റിക് ഫംഗസ് ഉണ്ട്, അത് ആൽബുഗോ ആണ്. ബ്രെഡിലുള്ളത് റൈസോപ്പസ് ആണ്. മ്യൂക്കർ, ഈ ഫിഗർ ക്വസ്റ്റനിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ഫിഗർ തന്നിട്ട് ഇത് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം ഇറ്റ് ഇസ് മ്യൂക്കർ. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഇസ് ആസ്കോമൈസൈറ്റ്സ്. ആസ്കോമൈസൈറ്റ്സ് ആർ കോമൺലി നോൺ as സാഗ് ഫംജി. ഇതൊരു മിനിറ്റ്. ഈ ഫൈക്കോമൈസൈറ്റ്സ് പറഞ്ഞാൽ എന്താണ്? ആൽഗൽ ഫംജിയാണ്. ഫൈക്കോമൈസൈറ്റ്സ് ആർ ആൽഗൽ ഫംജി. ആസ്കോമൈസൈറ്റ്സ് എന്താണ്? ഇറ്റ് ഈസ് സാഗ് ഫംജി. ഓരോന്നിനും ഇങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ആസ്കോമൈസൈറ്റ്സ് ആർ മോസ്റ്റ്ലി മൾട്ടി സെല്ലുലാർ ആണ്. പെനിസിലിയം എന്താണ്? ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റെയർ ആയിട്ട് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരാളുണ്ട്, ആര്? ഈസ്റ്റിൻ്റെ പറയുന്ന പേരാണ് സെക്കാറോമൈസസ്. ദേ ആർ സാപ്രോഫൈറ്റിക്, ഡീകമ്പോസേഴ്സ്, പാരസൈറ്റിക് ഓർ കോപ്രോഫിലസ്. സോ എന്താണ്? സാപ്രോഫൈറ്റിക് ആകാം, ഡീകമ്പോസേഴ്സ് ആകാം, പാരസൈറ്റിക് ആകാം, കോപ്രോഫിലസ് ആകാം. ഈ കോപ്രോഫിലസ് എന്ന് പറയുന്നത് ഡങ്, നമ്മളെ ചാണകത്തിൻ്റെ മുകളിലൊക്കെ വളരുന്നത് എന്താണ്? കോപ്രോഫിലസ് ആയിട്ടുള്ള ആസ്കോമൈസൈറ്റ്സ് ആണ്. മൈസീലിയം ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫൈക്കോമൈസൈറ്റ്സിൻ്റെ എന്താണ്? അസെപ്റ്റേറ്റ് ആൻഡ് സീനോസെപ്റ്റിക് ആണെങ്കിൽ ഇവിടെ ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. അസെക്ഷൽ സ്പോർസ് ആർ കൊണീഡിയ. കൊണീഡിയ ആണ് ഇവരുടെ അസെക്ഷൽ സ്പോർ. അസെക്ഷൽ സ്പോർ ഇസ് കൊണീഡിയ പ്രൊഡ്യൂസ്ഡ് എക്സോജീനിയസ്ലി ഓൺ ദ സ്പെഷ്യൽ മൈസീലിയം കോൾഡ് കൊണീഡിയോഫോർ. കൊണീഡിയ ഓൺ ജെർമിനേഷൻ പ്രൊഡ്യൂസ് മൈസീലിയം. കൊണീഡിയ ജെർമിനേഷൻ നടന്നിട്ട് എന്ത് തരും? മൈസീലിയം ഉണ്ടാകുന്നുണ്ട്. ഇനി ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ സ്പോറിനെ നമ്മൾ എന്ത് പറയും? ആസ്കോസ്പോർ. ഇവരുടെ സെക്ഷൽ സ്പോറിനെ നമ്മൾ ആസ്കോസ്പോർ എന്നാണ് പറയാൻ. പ്രൊഡ്യൂസ്ഡ് എൻഡോജീനസ്ലി ഇൻ സാക്ക് ലൈക്ക് ആസ്കൈ. ഇപ്പോൾ ഇവരുടെ ആസ്കോമൈസൈറ്റ്സിൻ്റെ സെക്ഷൽ സ്പോർ ആസ്കോസ്പോർ ആണ്. അവർ എൻഡോജീനസ്ലി ആണ് ഉണ്ടാകുന്നത്. and they are arranged in different type of fruiting bodies called ascocarp. ഇവരുടെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് ആസ്കോസ്കാർപ്പ്. എക്സാമ്പിൾ ആസ്പെറഗില്ലസ്, ക്ലാവിസപ്പ്, ന്യൂറോസ്പോറ. ഈ തന്നിട്ടുള്ള പിക്ചർ ഉണ്ടോ? ഇത് ആസ്പെറഗില്ലസ് ആണ്. അപ്പോൾ എക്സാമ്പിൾ ആസ്പെറഗില്ലസ്, ക്ലാവിസപ്പ്, ന്യൂറോസ്പോറ. ഇനിയും കുറേ ഉണ്ട്. ന്യൂറോസ്പോറ നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ് ബയോകെമിക്കൽ അല്ലെങ്കിൽ ജനറ്റിക് വർക്കിലൊക്കെയാണ്. ക്ലാവിസപ്പ് നമ്മൾ റൈ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതിലാണ്. അതിൻ്റെ നെയിം നിങ്ങൾ എവിടെ കേട്ടാലും നിങ്ങൾ ക്ലാവിസപ്പ് അതിൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും അധികം. പിന്നെ മോറൽസും ട്രഫിൾസും, ഇത് അതിൻ്റെ വേറെ എക്സാമ്പിളാണ് കേട്ടോ.
എന്തിൻ്റെ ആസ്കോമൈസൈറ്റ്സിൻ്റെ വേറെ എക്സാമ്പിളാണ് മോറൽസ് ആൻഡ് ട്രഫിൾസ്. ഇവരെന്താണ് എഡിബിൾ ആണ്, ദേ ആർ ഡെലിക്കസീസ്, എഡിബിൾ ആൻഡ് ആർ ഡെലിക്കസീസ്, സ്വീറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബെസിഡിയോമൈസൈറ്റ്സ് ആണ്, കോമൺലി നോൺ ആസ് ബെസിഡിയോമൈസൈറ്റ്സ്. ഇതിനെ നമ്മൾ ക്ലബ് ഫഞ്ചി എന്നാണ് പറയാം, ക്ലബ് ഫഞ്ചി. ഇതിനെ നമ്മൾ എന്താ പറയുക, ക്ലബ് ഫഞ്ചി എന്നാണ് പറയുക. എക്സാമ്പിൾ മഷ്റൂം, ബ്രാക്കറ്റ് ഫഞ്ചി, പഫ് ബോൾസ് ഒക്കെ പറയാറുണ്ട്. ദേ ഗ്രോ ഇൻ സോയിൽസ് ഓൺ ലോഗ്സ്, ട്രീ സ്റ്റംസ് ആൻഡ് ഇൻ ലിവിങ് ബോഡീസ് ആസ് പാരസൈറ്റ്സ്. റസ്റ്റ് ആൻഡ് സ്മട്ടാണ് ഒരു എക്സാമ്പിൾ ബെസിഡിയോമൈസൈറ്റ്സിന് കൂടുതലും പറയാറ്. അസെക്ഷൽ മൈസീലിയം എന്താണ്, ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. മൈസീലിയം ഇസ് ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ്. അസെക്ഷൽ സ്പോർസ് ആർ ജനറലി നോട്ട് ഫൗണ്ട്. അസെക്ഷൽ സാധാരണ കാണാറില്ല, സെക്ഷലാണ് കൂടുതലുള്ളത്, അസെക്ഷൽ കാണാറില്ല. അപ്പോൾ അസെക്ഷൽ സ്പോർ ഇസ് ആബ്സെൻറ്റ് ഇൻ ആരേൽ ബെസിഡിയോമൈസൈറ്റ്സ്. ബട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. സെക്സ് ഓർഗൻ ഇസ് ആബ്സെൻറ്റ്. എന്നാലും അവരെന്ത് നടക്കുന്നുണ്ട്, പ്ലാസ്മോഗമി നടന്നിട്ട് അവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡൈകാരിയോൺ സ്റ്റേജ് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഫ്രൂട്ടിംഗ് ബോഡി ഫോം ചെയ്യുന്നുണ്ട്. അവരുടെ ഫ്രൂട്ടിംഗ് ബോഡീൻ്റെ പേരാണ് ബെസിഡിയം. അവർ ഡൈകാരിയോൺ ഗിവ് റൈസ് ടു ബെസിഡിയം. ഈ കാരിയോഗമിയും ഇത് പ്ലാസ്മോഗമി നടന്നിട്ടാട്ടോ ബെസിഡിയം ഉണ്ടാക്കുന്നത്. ഇനി കാരിയോഗമും മിയോസിസും ഒക്കെ നടന്നിട്ട് ബെസിഡിയോസ്പോറായിട്ട് 4 ബെസിഡിയോസ്പോർസ് ഉണ്ടാകും. ബെസിഡിയോസ്പോർ എന്ന് പറയുന്നത് എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ഓൺ ബെസിഡിയം ആണ്. ബെസിഡിയ ആർ അറേഞ്ച്ഡ് ഇൻ ഫ്രൂട്ടിംഗ് ബോഡീസ് കോൾഡ് ബെസിഡിയോകാർ. എക്സാമ്പിൾ എഗാരിക്കസ്. എഗാരിക്കസ് മഷ്റൂമാണ്, എഗാരിക്കസ് മഷ്റൂമാണ്. പിന്നെ അസ്റ്റിലാഗോ എന്ന് പറയുന്നത് സ്മട്ടാണ്. പക്സീന എന്ന് പറയുന്നത് റസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അമാനിറ്റ എന്ന് പറയുന്നത് ഒരു മഷ്റൂമിൻ്റെ വെറൈറ്റിയാണ് വിച്ച് ഇസ് പോയ്സണസ്. ഇത് തന്നിട്ടുള്ള ഫിഗർ അഗാരിക്കസ് ആണ് കേട്ടോ. അഗാരിക്കസ് പറഞ്ഞാൽ മഷ്റൂം. നെക്സ്റ്റ് ഇറ്റ് ഇസ് ഡ്യൂട്ടറോമൈസൈറ്റ്സ്. ഡ്യൂട്ടറോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കോമൺലി നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. ഇംപെർഫെക്റ്റ് ഫഞ്ചൈ ആണ്, കാരണം ഇവരിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും അതുപോലെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനേ നടക്കുന്നുള്ളൂ. ഇവരിൽ എന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. ഇവരിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇവരെ നമ്മൾ എന്ത് പറയാം, എല്ലാവർക്കും പേരില്ല, അതുപോലെ ഇതിന് നമ്മൾ എന്ത് പറയാം, ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പറയാം. ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. എന്തുകൊണ്ടാണ്, ഇവരിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ പെടും. എയ്തർ ഈ ബാക്കി 3 എണ്ണല്ലേ, ഫൈക്കോമൈസൈറ്റ്സ്, ആസ്കോമൈസൈറ്റ്സ്, ബെസിഡിയോമൈസൈറ്റ്സ്, ഒന്നെങ്കിൽ ഇതിൽ പെടും, അല്ലെങ്കിൽ വേറെ കിണ്ടത്ത് തന്നെ ആയി പോകാനും ചാൻസ് ഉണ്ട്. ഡ്യൂട്രോമൈസൈറ്റ്സ് ഓൺലി ബൈ അസെക്ഷൽ സ്പോർ ആണ്. അസെക്ഷൽ സ്പോർ ബൈ ഉണ്ടാകുന്നത് കൊണീഡിയ വഴിയാണ് അസെക്ഷൽ സ്പോർ. മൈസീലം സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് ആണ്. അപ്പോൾ ഈ 4 എണ്ണം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരാൾ എക്സെപ്ഷനായിട്ട് മനസ്സിലായി, ആര്, ഫൈക്കോമൈസൈറ്റ്സ് എന്താണ്, അസെപ്റ്റേറ്റ് ആൻഡ് സീനോസെറ്റിക്, പക്ഷേ ബ്രാഞ്ചഡ് ആണ് കേട്ടോ, ബ്രാഞ്ചഡ് ആണ്. എക്സാമ്പിൾ അൾട്ടർനേറിയ, കൊളിറ്റോട്രൈക്കം, ട്രൈക്കോഡർമയൊക്കെ പറയുന്നത് ചിലർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുകൊണ്ട് ചില സമയത്ത് ഡിസീസ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം പ്ലാന്റയാണ്. കിങ്ഡം പ്ലാന്റയിൽ includes all eukaryotic chlorophyll containing organism commonly called plants. പ്ലാന്റ്സ് ആണ് കൂടുതലും ഇതിൽ വരുന്നത്. പക്ഷേ ഇവരിൽ തന്നെ ചിലർ പാർഷ്യൽ ഹെട്രോട്രോഫിക് ആയിരിക്കും. അങ്ങനെ എക്സാമ്പിളാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പാരാസൈറ്റ്സ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ബ്ലാഡർ വോർട്ട് ആൻഡ് വീനസ് ഫ്ലൈ ട്രാപ്പ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും വീനസ് ഫ്ലൈ ട്രാപ്പിനൊക്കെ പറ്റി. ഇൻസെക്ടിവോറസ് പ്ലാന്റ് ആണ്. അവർ എന്താണ് പാർഷ്യൽ ഹെട്രോട്രോഫിക് ആണ്. അതുപോലെ കസ്ക്യൂട്ട എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് ആണ്. അത് നിങ്ങൾ ചില സമയത്ത് നമ്മളുടെ മാവിൻ്റെ മുകളിലൊക്കെ കാണാറുള്ള ചില സാധനമാണ്. ആൻഡ് പ്ലാന്റ് സെൽസ് ഹാവ് യൂക്കാരിയോട്ടിക് സ്ട്രക്ചർ, പ്രോമിനൻറ്റ് ക്ലോറോപ്ലാസ്റ്റ്, സെൽ വാൾ മെയിൻലി മേഡപ്പ് ഓഫ് സെല്ലുലോസ്. അപ്പോൾ പ്ലാന്റ് സെല്ലിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ പറയുകയാണ്. യൂക്കാരിയോട്ടാണ്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അവർക്ക് എന്തുണ്ട്, അവരുടെ സെൽ വാൾ മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ് ആണ്. പിന്നെ പ്ലാന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെർഡോഫൈറ്റ്സ്, ജിംനോസ്പെർം ആൻഡ് ആൻജിയോസ്പെർം. ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ് ഹാസ് 2 ഡിസ്റ്റിങ്ക്റ്റ് ഫേസ്. പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിൾ 2 ഉണ്ട്. ഡിപ്ലോയിഡും ഉണ്ട്, അതുപോലെ ഹാപ്ലോയിഡും ഉണ്ട്. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക്കും ഉണ്ട്, ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക്കും ഉണ്ട്. അൾട്ടർനേറ്റ് വിത്ത് ഈച്ച് അതർ. ചിലർ
ചില ബ്രയോഫൈറ്റ്സിനും ടെറിഡോഫൈറ്റ്സിലും ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് കാണിക്കാറുണ്ട്. അതായത് ഒരു സ്റ്റേജ് അവർ ഹാപ്ലോയിഡ് ആണെങ്കിൽ ചില സ്റ്റേജിൽ അവർ ഡിപ്ലോയിഡ് ആയിരിക്കും. ഇതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പ്ലാന്റേൽ പഠിക്കാനുണ്ട്. പ്ലാൻ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, നെക്സ്റ്റ് ചാപ്റ്റർ, അതിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി ആനിമേലിയാണ്. ആനിമേലിയ എന്ന് പറയുമ്പം ഹെട്രോട്രോഫിക് യൂക്കാരിയോട്ടാണ്, മൾട്ടി സെല്ലുലാർ ആണ്, ലാക്ക് സെൽവാൾ. പ്ലാന്റേൽ സെൽവാൾ ഉണ്ട് വിത്ത് ഇടപ്പ് ഓഫ് സെല്ലുലോസ് എന്നാണ്. പക്ഷേ ആനിമേലിയയിൽ സെൽവാൾ ആബ്സെൻ്റ് ആണ്. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ്. ഒന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പ്ലാന്റ്സ് കഴിക്കാറില്ലേ, വെജിറ്റബിൾസ് കഴിക്കാറില്ലേ, ചിലപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്, അതായത് മീറ്റ് കഴിക്കാറില്ലേ. ഇപ്പം മീറ്റ് ഇൻഡയറക്റ്റായിട്ട് ചിലപ്പം ആനിമൽസ് ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിനെ കഴിക്കും. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ പ്ലാന്റ്സ് കഴിക്കാറുണ്ട്. They digest food and mainly food in internal cavity. ഇൻറ്റേർണൽ ക്യാവിറ്റിയിലാണ് ഡൈജസ്റ്റ് ചെയ്യാറ്. ആൻഡ് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്ലൈക്കോജൻ ഓർ ഫാറ്റായിട്ടാണ് ഇവർ സ്റ്റോർ ചെയ്യാറ്. എന്താണ് ഗ്ലൈക്കോജൻ ഓർ ഫാറ്റായിട്ട്? നിങ്ങൾക്ക് കാണുമോ എനിക്കറിയില്ല, നോക്കട്ടെ ഒരു മിനിറ്റ്. ഗ്ലൈക്കോജൻ ഓർ ഫാറ്റായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യാറ്. ഇനി ഹയർ ഫോം ഷോ ഇലാബറേറ്റ് സെൻസറി ആൻഡ് ന്യൂറോ മോട്ടർ മെക്കാനിസം. വലിയ ആനിമൽസിലൊക്കെ നമ്മളെങ്ങനെയാണ് സെൻസറി ഓർ ന്യൂറോ മോട്ടർ മെക്കാനിസം കാണിക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ ക്യാപ്പബിൾ ഓഫ് ലോക്കോമോഷൻ. ആനിമൽസിൽ ഒട്ടുമിക്ക ആൾക്കാരും ലോക്കോമോഷൻ കാണിക്കുന്നവരാണ്, ചില എക്സെപ്ഷൻസ് ഉണ്ടാകാം. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ബൈ കോപ്പുലേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫോളോഡ് ബൈ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇനി ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വൈറോയിഡ്സ്, പ്രിയോൺസ്, പിന്നെ ലൈക്കൻസ് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. വെരി ഈസി ചാപ്റ്ററാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒന്നും കൂടെ നോക്കുക. നന്നായിട്ട് നീറ്റിനൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. അതുപോലെ തന്നെ +1 ബോർഡ് എക്സാമിനും നല്ല ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. ടഫാണെന്നൊന്നും വിചാരിക്കരുത്, വെരി ഈസിയാണ്. സോ താങ്ക് യു സോ മച്ച്.